വെൽക്കം ബാക്ക് ടു ബുള്ളി എപ്പിസോഡ് നമ്പർ 4. ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ഇവിടെ വെച്ചായിരുന്നു. അതായത് നമ്മളുടെ കഴിഞ്ഞ മിഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ മറന്നുപോയി ഗൈസ്. എന്തായിരുന്നു കഴിഞ്ഞ മിഷൻ? എനിക്കങ്ങോട്ട് തലയിൽ കയറുന്നില്ല. എന്തായിരുന്നു? ഒരു സ്കെൽട്ടൻ കിടക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ബോയ്സ് റൂമിൽ ചെന്നാൽ നോക്കാം. എന്താടാ നീ എന്നെ ഒന്ന് തട്ടുന്നതിനാ? അയ്യോ, സെക്യൂരിറ്റി ഓടിക്കോടി. മോനെ, അവൻ എന്നെ തല്ലാൻ ഓടിക്കുന്നതല്ല. സെക്യൂരിറ്റി അവന് പേടിച്ചിട്ട് ഓടുകയാണ്. കാരണം അവനെ സെക്യൂരിറ്റി പിടിക്കും, അവൻ ഉറങ്ങാത്തതുകൊണ്ട്. ഏതായാലും ഹാലോവീനാന്ന് തോന്നുന്നു കേട്ടോ. അവിടെയൊക്കെ പ്രേതങ്ങളുടെ, ഞാൻ നേരത്തെ ചോദിച്ചില്ല സ്കെലിട്ടൻ എന്താ എവിടെയെന്ന്. എന്തോ പ്രശ്നമുണ്ട്. ഏതായാലും ഉറങ്ങണ്ട. ഹാലോവീൻ ആകുമ്പോൾ രാത്രിയല്ലേ ഒന്ന് തരികിടയൊക്കെ ഒപ്പിക്കേണ്ടത്. നമുക്ക് രാത്രിയല്ലേ ഹാലോവീനാണ് സാറേ. രാത്രി ഇറങ്ങി നടക്കാൻ സമ്മതിക്കണം. ഹാലോവീനിൽ രാത്രി ഇറങ്ങി നടക്കാൻ പറ്റൂ കേട്ടോ. ദ ഡയറി. ഇതെന്തിനാ കരയുന്നേ? ഒരു കാര്യമില്ലാത്ത കരയേ. 2 things. ഫസ്റ്റ് ക്ലോസ് എന്തോ ക്രോസ്. ഓക്കെ, മനസ്സിലായി. ഇവിടെ ഒരാളെ പറ്റിയൊരു ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അത് ക്ലാസ് ടൈമിന് സാറ് പിടിച്ച്. തീരുമാനമായി മോളെ. എനിക്ക് തോന്നുന്നു അവളുടെ ആളെ പറ്റി എഴുതിയതാണെന്ന്. ഏതായാലും തീരുമാനമായിട്ടുണ്ട് ഏകദേശമൊക്കെ. നമുക്ക് എന്നിട്ട് ഈ നട്ടപ്പാതിരക്ക് സ്കൂൾ തുറക്കാത്ത സമയത്ത് സ്കൂളിനകത്ത് കയറി അത് എടുത്തു കൊടുക്കാൻ നമ്മളോട്. എന്തിന് ഞാനത് ചെയ്യണം? താങ്കളൊന്ന് പറഞ്ഞു തരൂ, ഞാൻ എന്തിനത് ചെയ്യണം? ഏതായാലും മിഷനായിപ്പോയി. കാര്യം സാധിക്കാൻ കൈതക്കാലും പിടിക്കണമെന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്തു കൊടുത്താലേ പറ്റുമോ? കാര്യം സാധിക്കാൻ കൈതക്കാലും പിടിക്കണം. നമ്മളിതാ കാര്യം സാധിക്കുകയാണ്. കോണി കയറി. നമ്മൾ ഇതൊക്കെ കയറാൻ പറ്റുമോ? ഞാൻ ഈ മിഷനുള്ളപ്പോഴാട്ടോ ഇതൊക്കെ അറിയുന്നേ. ഇനി ജനാല തുറക്കാൻ തോന്നുന്നു. കയറി, അതിനകത്ത് കയറിയിട്ടുണ്ട്. ഇനി അതിനകത്തുനിന്ന് നമ്മൾ എന്താ, സെക്യൂരിറ്റി കണ്ട് നമ്മൾ നേരെ കയറി ഇറങ്ങുന്നത് സെക്യൂരിറ്റിയുടെ മുമ്പിലാണ്. മോനെ കാണല്ലേ, കണ്ട് നമുക്ക് മാപ്പിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ സെക്യൂരിറ്റി ഇതിലൂടെ വരുന്നുണ്ട്. ഇതിലൂടെ വരുന്നുണ്ട്. ഇവിടെ ഉണ്ട് ഒരുത്തൻ. ടോഹത്തിൻ്റെ വിളിച്ചത് നമ്മളെ കാണാൻ പറ്റുന്നില്ല കേട്ടോ അവർക്ക്. രാത്രിയല്ലേ. മെല്ലെ മാത്സിൻ്റെ സാറാണ് പിടിച്ചത്. നമുക്ക് മാത്സിൻ്റെ റൂമിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ സ്റ്റാഫ് റൂമിലാണ് ഇതിൻ്റെ ചാവി ഉള്ളത്. നമുക്ക് നേരെ സ്റ്റാഫ് റൂമിലോട്ട് പോവാം. സ്റ്റാഫ് റൂം അവിടെ അടിയിലാന്ന് തോന്നുന്നു. അയ്യോ, ഇതിലൂടെ സെക്യൂരിറ്റി വരുന്നുണ്ട്. നമുക്ക് അപ്പുറത്തൂടെ ചാടി കയറാം. അയ്യോ, എന്തിനാണ് ഇവിടെ നിന്ന് സ്കേരി പോയിട്ട് എടുത്ത്? അറിയാതെ എടുത്തു പോയതാണ്. ചാടി ഇതിലൂടെ സെക്യൂരിറ്റി. അയ്യോ, പിടിച്ചില്ല. നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റാഫ് റൂം തുറക്കണം മോനെ. ഇതിനകത്ത് ഇനി ചാവി തരയണം. എല്ലാ മേശയും നമ്മൾ അരിച്ചു കൊടുക്കണം. എല്ലായിടത്തും അങ്ങനെ നോക്കാം. സ്റ്റാഫ് റൂമിൽ അതവിടെ എന്തോണ്ട്. കിട്ടി മോനെ, അവളുടെ ഡയറി കിട്ടിയിട്ടുണ്ട്. ഓക്കെ. നമ്മളെ പറ്റിയാണ് എഴുതിയത്. ജിമ്മി. എൻ്റെ മോനെ, ജിമ്മിയുടെ ഒരു സന്തോഷം. ഒരാളുടെ ഡയറിയിലൊക്കെ ഒരാളുടെ ഡയറി അന്യല്ല. ഇതിനു മുമ്പ് ഇവക്ക് വേണ്ടി നമ്മളൊരു മിഷൻ ചെയ്തു കൊടുത്തായിരുന്നു. അതുകൊണ്ടാണ് ഇവൾ നമ്മളെ പറ്റി എഴുതിയെന്ന് തോന്നുന്നു. നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ആ പെണ്ണുപിള്ളേരിൽ ഇത് കൊണ്ട് കൊടുക്കണം. ഇതിലൂടെ പോവാം. എന്താടാ? നീ എന്നെ ഫോളോ ചെയ്ത് വരുന്നതിൻ്റെ അർത്ഥമൊക്കെ എനിക്കറിയണം. പിന്നല്ലേ നമ്മുടെ അടുത്ത കളി. നമ്മളെ അടുത്ത് ഡ്രസ് കോഡ് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അയാളൊന്ന്. എന്നാ ഡയറി
ബിയാസ് ഡയറി. ബിയ എന്നപ്പ ഈ പെണ്ണിൻ്റെ പേരല്ലേ? ഓയ്യേ 20 രൂപ കിട്ടി. അതായാലും 20 രൂപ കിട്ടിയല്ലോ, അത് മതി. എനിക്ക് പൈസ കിട്ടിയാൽ മതി. കസ് പണം മുത്ത് മണി മണി, അതാണ് നമ്മുടെ പോളിസി. ഇതെന്താ പൊട്ടിച്ച്. ഇതിനകത്ത് അയ്യോ ഗൈസ്, പണി പാളിയടാ. ഇതിനകത്ത് നിറച്ച് പേപ്പറായിരുന്നു. എന്തിനാ എന്നെ പിടിക്കാൻ വരുന്നത്? ഓ അയാളെ ഓർമ്മയില്ല അയാൾക്ക് ഇന്ന് ഹാലോവിനാണ്, രാത്രി ഇറങ്ങി നടന്ന പ്രശ്നമില്ല എന്നുള്ളത് അയാൾ മറന്നുപോയി. പക്ഷെ നമ്മൾ ഇറങ്ങി നടക്കില്ല. നമുക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണ്. ബെല്ലടിച്ച്. പക്ഷേ ജിമ്മി ദ ബോയ്, ഇന്ന് ഹാലോവിനാണ്. ഇവനൊക്കെ എന്താണ്? നമ്മൾ വെറുതെ അടി ഉണ്ടാക്കി എടുത്താൽ നമ്മൾ അടിച്ച് സൂപ്പാക്കിയിട്ടുണ്ട്. ഈ സൂപ്പ് മറ്റം കുടിച്ചോളും, നമുക്ക് വേണ്ട. ഈ ഗ്യാങ്, ഈ വെള്ള ഷർട്ടിട്ട ഗ്യാങ് മുഴുവൻ തല്ലിൻ്റെ ആൾക്കാരാണ്. ഇതാരാ? എടാ എനിക്കിപ്പോൾ ഹെൽപ്പ് ചെയ്യാനുള്ള സമയമല്ലടാ, പോടന്ന്. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കണം. ഇനി ആർക്കാ ഹെൽപ്പ് വേണ്ടത്? എന്നോട് ഹെൽപ്പ് ചോദിച്ച് വരുന്ന ആൾക്കാരുടെ മുമ്പിൽ വെച്ച് തന്നെ തല്ലുന്നോ? ഏതായാലും ഞാൻ ഹെൽപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഈ ഗായ്സ് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്. ഇവന് കുറച്ച്, ഞാൻ വിചാരിച്ചവന് കുറച്ച് സ്റ്റാമിന ഉണ്ടെന്ന്. ഒഴിഞ്ഞു മാറുന്നുണ്ട് അവൻ. നമ്മുടെ വയറിനിട്ട് അവൻ ചവിട്ടി. ഇത് കണ്ടോ? ഇതാണ് സെക്യൂരിറ്റി. ഓടിക്കോ. ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. അവൻ ക്ലാസ് ലീഡർ ആവുമ്പോഴാണ്, ക്ലാസ് പ്രസിഡന്റ്. അവൻ അവൻ്റെ ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എനിമീസ് എത്തി. നിങ്ങളെന്നെ നേഴ്സ് എന്ന് വിളിക്കുന്നത് കൊണ്ട് ഞാൻ ക്ലാസ് പ്രസിഡന്റ് ആവാൻ പോവാണ്. ഉമ്മാരിപ്പോൾ അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. നീ പ്രസംഗിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. നീ പ്രസംഗിച്ചാലല്ലേ നീ ക്ലാസ് ലീഡർ ആവത്തുള്ളൂ എന്ന്. നന്നായി കയറിക്കളഞ്ഞു എൻ്റെ പോസ്റ്റർ. അവൻ്റെ ഇന്നർ ബനിയനൊക്കെ എടുത്ത് കഴിഞ്ഞ് വലിച്ചതാക്കിയിട്ടുണ്ട്. ഇതിന് ജിമ്മി എന്താണ് ഇതിൽ കയറി ഇടപെടുന്നുള്ളത് എനിക്കറിയാം. ജിമ്മി അവനെ മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഞാൻ നിനക്ക് പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ ജിമ്മി ഉണ്ട് തിരിഞ്ഞു വരുന്നത്. സെക്യൂരിറ്റി മാനേജർ. ഇവൻ ജയിച്ചു കഴിഞ്ഞാൽ അവനെ നമ്മളെ ജിമ്മിയെ സെക്യൂരിറ്റി മാനേജർ ആക്കാന്ന്. ഓക്കെ, അപ്പം അവനെ ഹെൽപ്പ് ചെയ്യണം. അവൻ്റെ പ്രസംഗം തകർക്കാൻ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവന്മാരെ നമ്മൾ മൈൻഡ് ചെയ്യരുത്. അതായത് പ്രസംഗം തകർക്കാൻ വരുന്നവരെ നമ്മൾ വിടില്ല. ഇവിടെയാണോ ഓഡിറ്റോറിയം? തുറക്കടാ. എൻ്റെ ചെക്കൻ്റെ പ്രസംഗം കണ്ടറാന്ന്. മുകളിലത്തെ ഓഡിറ്റോറിയത്തിലാന്ന് തോന്നുന്നു. അതെ, ഇവിടെ തന്നെ മുകളിൽ ഓഡിറ്റോറിയം ഉണ്ട്, താഴത്ത് ഓഡിറ്റോറിയം ഉണ്ട്. ഓക്കെ, പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും അവനവിടെ പ്രസംഗിക്കുന്നുണ്ട്. കേൾക്കാൻ 4-5 പേര് സീറ്റിലിരിക്കുന്നുണ്ട്. എനിമീസ്, അതായത് ബുള്ളി ഗ്യാങ് വന്നു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നം ഉണ്ടാക്കും ഇവിടെ വന്നിട്ട്. ആ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ തരണം ചെയ്ത് കൊടുക്കണം ഇവന്. ബുള്ളീസ് ഇപ്പം എത്തും. വന്നു നമ്മൾ ഇതാക്കാണ്, ഹമ്പ് ചെയ്യണം അവൻ്റെ പേരമ്മയെ. പോടാ. നമ്മൾ ഒരു കൊട്ട കല്ല് കൊണ്ടുവന്നിട്ടുണ്ട് കൂടെ. പോടാ. ഒപ്പോ ഒരുത്തനും ഉണ്ടാവരുത്. പോടാ. എൻ്റെ നേഴ്സൊക്കെ എൻ്റെ പിള്ളേരാണ്.
അവരെ കയറി ചൊറിയാൻ നിന്ന ഓക്കെ. അവർ ഇറ ഓഫ് ന്യൂ എഡ്യൂക്കേഷനാണ് ഇവൻ. അവർക്ക് സ്പോൺസർ ചെയ്യുന്നത് ഇറ ഓഫ് ന്യൂ എഡ്യൂക്കേഷൻ. എടാ അങ്ങനെ ഒന്ന് സ്പോൺസർ ചെയ്തിട്ട് ലാസ്റ്റ് നിനക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലേ നീ കുടുങ്ങും മോനെ. നീയൊക്കെ കുടുങ്ങും മോനെ ദിനേശ. പോടാ. ആർക്കാടാ അത്ര ധൈര്യം? പോടുന്ന്. ഇവന്മാർക്കൊക്കെ എന്താണ്? ഇവനാണ് ഗ്യാങ്ങിൻ്റെ ലീഡർ. ഇവനെ ഓടി ഓടി ഓടി. ഓ ഇവന്മാരിപ്പോൾ ചീഞ്ഞ മുട്ടയും കൊണ്ടാണ് വരുന്നത്. അതെടുത്ത് അവൻ്റെ മേലെ എറിയാണ്. പക്ഷെ ഇവൻ നല്ലപോലെ സ്പീച്ച് പറയുന്നുണ്ട് കേട്ടോ. ബുൾവർത്ത് അക്കാദമി മുള്ളേജ് എന്നാണ്. ഇവിടെ മുഴുവനും ഇങ്ങനത്തെ ബുള്ളീസാണ്. അതുകൊണ്ടാണ് ഇതിന് പേര് വന്നത് ബുൾവർത്ത് അക്കാദമി. അവൻ നോക്കുന്നുണ്ട് ആരാണ് അവനെ അമ്പെയ്യുന്നതെന്ന്. പക്ഷേ കാണാൻ കഴിയത്തില്ലടാ. ബുള്ളി ഇവനാണ് മെയിൻ ബുള്ളി. ഇവനാണ് വേറെ ഗ്യാങ് ലീഡർ കേട്ടോ. ഓടാ ചെക്ക അവിടുന്ന്. നീയൊക്കെ ഗ്യാങ് ലീഡറാന്ന് പറഞ്ഞു നടക്കത്തേ ഉള്ളൂ. ഗ്യാങ് ലീഡർ ആവണേ എന്നെപ്പോലെ. അല്ല ലെറ്റ് മീ ടെൽ യു. എടാ നീ ഇനി മിണ്ടരുത്. നിന്നെ നമ്മൾ ജയിച്ചു. എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണത് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമായി. നേഴ്സിനൊക്കെ സന്തോഷമായി. നേഴ്സൊക്കെ അവിടെ കിടന്ന് തുള്ളുന്നുണ്ട്. നമുക്ക് പുതിയ വെപ്പൺ കിട്ടി. നേഴ്സ് റെസ്പെക്റ്റ്. നേഴ്ഡ് നമ്മൾ നല്ലോണം റെസ്പെക്റ്റ് ചെയ്യും. നേഴ്സ് അല്ലേലും പുലികളല്ല. നേഴ്സ് പണ്ടേ മോശമാണ്. ഇതാ നിങ്ങളോടൊന്നും ഞാൻ ഹെൽപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞതല്ലേ. തൽക്കാലം ഒന്ന് ചെയ്യണ്ടേ? ചെയ്യില്ല. പ്രത്യേകിച്ച് ഗേൾസിന് ഞാൻ ഹെൽപ്പ് ചെയ്യില്ല. ബോയ്സിന് ചെയ്താലും നിനക്കൊന്നും ചെയ്യില്ലടി മരഭൂതമേ. പിന്നെ അല്ല. തുറക്കടാ വാതില്. അയ്യോ പിടിച്ച് ബസ്റ്റഡ്. ഈ പ്രിൻസിപ്പൾ പിടിച്ചടാ നമ്മളെ. നീ വീണ്ടും എന്നോട് പറഞ്ഞ വാക്ക് തെറ്റിച്ച് നീ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തല്ലാനൊക്കെ പറഞ്ഞ്. ഞാൻ ഇനിയും തെറ്റിക്കടാ. നമുക്ക് ഇവിടെ ഒന്ന് സേവ് ചെയ്യാം. ടീച്ചറൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ടീച്ചറെ ഒരു ഇടി തന്നിട്ട് പോയിക്കോട്ടെ. നിങ്ങളല്ലേ എന്നോട് പുതിയ എനിമീസിനെ ഉണ്ടാക്കാൻ പറയാൻ പറഞ്ഞേ. എനിമീസ് കാരണം കുടുങ്ങി നിൽക്കുന്ന സമയമാണ്. ടീച്ചർ ഓടി വരുന്നുണ്ട്. അയ്യോ പെട്ട് 4-5 സെക്യൂരിറ്റീസൊക്കെയാണ് പിടിക്കാൻ വരുന്നത്. തീരുമാനമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.